തീർച്ചയായും CPM നേതൃത്വത്തിൻ്റെ അറിവോടെയല്ലാതെ ഇത് നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാൽ മാഷ് പത്രസമ്മേളനം നടത്തിയല്ലോ. സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ വന്ന തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് സമൂഹത്തോട് മാപ്പ് പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഞങ്ങളതിന് മറ്റൊന്നും കണ്ടില്ല. ഞങ്ങളതിന് CPMൻ്റെ ആളുകൾ ഇങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, ഒന്നും ചെയ്ത് അതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. കാരണം അതൊന്നും ഒരു മാതൃകയല്ല. പലരുമുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ KK രമയ്ക്കെതിരെ നിയമസഭയ്ക്കുള്ളിൽ അധിക്ഷേപിച്ചു MM മണി. MM മണിയുടെ വീട്ടിനിറങ്ങുമ്പോൾ പറഞ്ഞോ, അതിനെ നിയമപരമായി നേരിട്ടു. ഏറ്റവും കൂടുതൽ ഗത്യന്തരമില്ലാതായപ്പോൾ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായതിനെ എതിർത്തപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് CPMൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് തീരുമാനമെടുത്തിട്ടാണ് MM മണി നിയമസഭയിൽ തിരുത്തിയത്. വിജയരാഘവൻ്റെ അങ്ങനെ കാര്യം കടക്കുന്നില്ല. അതിന് ഈ പെമ്പിളി ഒരുമ സമരവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഞാൻ അതിലൊന്ന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുമല്ല. ഈ ഒരു നിലപാടിന് വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീത്വത്തെ അപമാനിപ്പെട്ട ഒരു പദം എത്ര ഉന്നതനായ നേതാവിൻ്റെ വായിൽ നിന്ന് വീണാലും അത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മൂല്യം, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി ഇതിൽ തീരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതല്ലേ ഇവിടെ കണ്ടത്. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികളെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ആളെ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല. കണ്ണൂർ മോഡലാണല്ലോ, പാനൂരിൽ നിന്നാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സംഭരിക്കാൻ വേണ്ട ബോംബ് പൊട്ടിയത്. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഈ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് പാനൂരിലെ ഒരു ചെറിയ സ്ഥലത്ത് വേണ്ടിയിട്ടല്ല, ഇത് വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിന് തുടർച്ചയാണ്. അവർക്കെതിരെ രാഷ്ട്രീയമായി ശബ്ദിക്കുന്ന ആളുകൾ നിസ്സബ്ദരാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇനി എവിടെയൊക്കെ ഇത് പ്രയോഗിക്കും, ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം പോലീസ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർച്ചയാണ്. ഇതൊക്കെ അക്രമണമായ ഒരു സംവിധാനത്തിലേക്ക് CPM പോവുകയാണ്. അല്ല, അതിലൊക്കെ അന്വേഷിക്കട്ടെ. ഞങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അത് അറിയുന്ന ആളുകൾക്കറിയാം. അവിടെ പൊട്ടിയത് തനിയെ വന്നിട്ട് ഒരു പടക്കം വന്ന് ഈ മതിൽ പൊട്ടിയല്ലോ. ഒരാൾ പടക്കം പിടിച്ചിട്ട് ആഘോഷിക്കേണ്ട ഒരു സംഗതിയാണ് നടന്നിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു താമസ സ്ഥലത്ത് വന്ന് അയാളുടെ വീടിന് നേരെ എറിയുന്നത് അത് പടക്കമാണ്, വീടിപ്പൊട്ടാസാണ്, ഓലപ്പടക്കമാണ് എന്നൊക്കെ പറയുന്നതിന് അത് സാമാന്യവൽക്കരിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു ദൗത്യം, ഒരു പ്രകടനം നടത്തി ഭീഷണി മുഴക്കി, കാറിൽ ആളുകളെത്തി. ആ സമയത്ത് പോലീസിനെ വിളിച്ചു, അവരൊന്നും ചെയ്തില്ല. അതിനുശേഷം 8:30 മണിക്ക് ബോംബെറിഞ്ഞു. അത് പോലീസ് ഏത് അടിസ്ഥാന ഫോറൻസിക് പരിശോധന നടത്തിയോ? അവിടെ ഏതൊക്കെ ശാസ്ത്രീയമായ അന്വേഷണം എന്തെങ്കിലും നടത്തിയോ? അതൊക്കെ നടത്തുന്നതിന് മുമ്പേ പോലീസ് അങ്ങ് പറയുകയാണ് ഇത് ബോംബല്ല പടക്കാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിച്ച് വിഴുങ്ങാനുള്ള വിഡിത്തൊന്നും നമ്മുടെ സമൂഹത്തിനില്ല. ആളുകൾക്ക് വ്യക്തമാണ് ആർക്കെതിരാണ്, എന്തിനു വേണ്ടിയാണ് ഇത് വന്നത്, ഇതിൻ്റെ ഉദ്ദേശിച്ചുള്ള രാഷ്ട്രീയം എന്തെന്നും വളരെ കൃത്യമായി അറിയാം. ഫോറൻസിക് പരിശോധന നടക്കണ്ടേ? ഇന്നലെ രാത്രി തന്നെ പറഞ്ഞല്ലോ, ആ സ്പോട്ടിൽ തന്നെ പോലീസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ തിരക്കഥയും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണല്ലോ. ഒറ്റയടിക്ക് പോലീസ് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് പറയാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, പാനൂരിൽ ബോംബ് കിട്ടിയപ്പോൾ ബോംബ് അത് ഓരോരുത്തരുടെയും ആ പ്രസംഗ രീതിയിലുള്ളവർ നേതാക്കൾ കൈയടിക്കുന്നു, അണികൾ കൈയടിക്കുന്നു, പരിപാടി കഴിയുന്നു. അതിനുശേഷം ഇതൊരു വിവാദമാവുന്നതിന് ശേഷമാണ് ആരോഗ്യയുടെ കേന്ദ്രത്തെ മുഖ്യ അംഗത്തിന് അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് കൂടെ ഇരുന്നിട്ടുള്ള ആളുകൾക്കും തോന്നുന്നത്. അപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പോഴും അതിന് വ്യക്തതയില്ല. അപ്പൊ അതിനെ കേന്ദ്ര കമ്മിറ്റി അംഗം ചെയ്തത് പൂർണ്ണമായ തെറ്റാണെന്ന് പാർട്ടി തിരുത്തുന്നത്. അല്ല, കൈയടിച്ചത് അതിന് മുമ്പേ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ബീഹാറിൽ 31% വോട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലത്തിൽ 2% വോട്ടുള്ള CPMനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ട് അറിയാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ CPIMൻ്റെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി ത്യാഗം സഹിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരാമർശങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ട്. ഇതിനല്ല കൈയടിച്ചത്, ഈ പരാമർശത്തിനല്ല കൈയടിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു 1-2 ആൾ ഞാൻ പറഞ്ഞോട്ടെ, 1-2 ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ വേദിയിൽ നിന്ന് കൈയടിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കാണുവാണെങ്കിൽ 1-2 ആളുകൾ പങ്കെടുത്ത ഒരു പ്രസംഗത്തിൽ രാഷ്ട്രീയമായി CPMനെ പൊളിച്ചടക്കുന്ന രൂപത്തിലേക്കുള്ള പ്രസംഗം, രാഷ്ട്രീയമാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJP ഉൾപ്പെടെയുള്ള RSSുമായി മുന്നണി ഉണ്ടാക്കുകയും അതിന്
അന്നത്തെ ജനറൽ സെക്രട്ടറി സുന്ദരയ്യയുടെ എതിർപ്പും അദ്ദേഹത്തിൻ്റെ രാജിക്കത്തും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിന് മറുപടി പറയാൻ CPM അന്ന് തുടങ്ങിയ, ഞാൻ പറയട്ടെ, അന്ന് തുടങ്ങിയ രാഷ്ട്രീയ ബാണ്ഡവമാണ് EMSന്റെ പ്രഖ്യാപിത നയം. കോൺഗ്രസിൻ്റെ തകർക്കുക ഏത് ചെകുത്താനെയും കൂട്ടി പിടിച്ചുകൊണ്ട് എന്നതുൾപ്പെടെ ഞാൻ പറഞ്ഞാൽ ആ പ്രസംഗത്തിനിടയിൽ വന്നു ചേർന്ന് ഇതിനെ ന്യായീകരിക്കുന്നു. അത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു, തെറ്റാണ്, അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായി, അദ്ദേഹത്തെ പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞു, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അതിൽ വന്ന രാഷ്ട്രീയമുണ്ട്. 28 മിനിറ്റ് നേരം രാഷ്ട്രീയമാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് CPM എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനൊരു കാര്യങ്ങൾ വന്നു എന്ന് പറയുന്നത് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. മഹാത്മാഗാന്ധിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞല്ലോ, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുത്തിയത്. അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുമല്ലോ. ഈ കേന്ദ്ര കമ്മിറ്റി എന്ന ചീഫ് സെക്രട്ടറി എന്നതിലൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാവരും പറഞ്ഞു ഈ പരാമർശം ഒരു വിധത്തിലും അംഗീകരിക്കാൻ പോകുന്നില്ല പാർട്ടി. അതിനെ തള്ളിപ്പറയാൻ ഹരിഹരൻ തയ്യാറായി, പാർട്ടിയും തള്ളിപ്പറഞ്ഞു. അല്ല, അത് പാർട്ടി ചർച്ച ചെയ്ത് ആവശ്യമായ, അതിപ്പം ഒരാൾ ഇപ്പം ഇതൊരു ഏകാധിപത്യ പാർട്ടിയല്ലല്ലോ. ഒരാളുടെ തെറ്റിനെ സംബന്ധിച്ച് അയാൾ കൂടി ഉൾപ്പെടുന്ന ഘടകം ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്.